നമസ്കാരം. ബാക്ക് പാക്ക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലാണ്. കേരള ടു കാശ്മീർ യാത്രയിലാണ്. കേരള ടു കാശ്മീർ വിൻ്റർ റൈഡ് സീരീസിൻ്റെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് വിനീത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമ അത് ഇവിടെയാണ്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ നേരെ അഹമ്മദാബാദിലോട്ടുള്ള റൂട്ടിലാണ് യാത്ര ചെയ്തത്. അവിടെ നിന്നും കുറച്ച് തിരിഞ്ഞ് നമ്മളൊരു ഏകദേശം 80 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു പ്രതിമയുള്ളത്. അപ്പോൾ കാണേണ്ട ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിമയാണപ്പോൾ അപ്പോൾ അത് കാണാനുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ നമുക്കിവിടെ ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രാമത്തിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ ഇതുപോലെ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളൊക്കെ തേടി തന്നെയാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ നമുക്ക് ഉൾവഴികളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ കുറച്ച് ഗ്രാമീണ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. ഇത് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ഗ്രാമമാണ്. അവിടുത്തെ ആളുകളാണ്. ഇർഷാദ് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊച്ചു കൊച്ചു വീടുകളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുറച്ച് പേര്. അപ്പോൾ നാം ലക്ഷ്മൺ काम करते हैं क्या? मैं नौकरी करता हूँ. नौकरी है. इधर कितने लोग रहते हैं? कहाँ पे? ये गांव में 400 450 रुपये. ओ, ये गांव का नाम क्या है? उबानदीव. 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 वो मंदिर है ना, बजरंग बली का मंदिर है. हाँ हाँ. कितना दूर है इधर से? ये 2 मिनट का रास्ता है. हाँ, 2 मिनट का रास्ते में जाओ 2 मिनट का. हाँ, रास्ते में देखेगा. हाँ. ओके 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 जी, താങ്ക് യു. ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ കുറേ പിള്ളേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇർഷാദ് ഫോട്ടോ എടുക്കണു, സെൽഫി എടുക്കാൻ ഞാൻ എടുത്തു കൊടുക്കണം. ഈ റൂട്ടിൽ ആദ്യം ഒരു അമ്പലമുണ്ട് കാണാനായിട്ട്. നമ്മൾ ആ ഗ്രാമത്തിലെ ആളുകളാണ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു അമ്പലം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലെ ഒരു അമ്പലവും അന്തരീക്ഷമൊക്കെ ഒന്ന് ആദ്യം കാണാം. ഇതാണ് വലതുവശത്ത് കാണുന്നത്. ഇതൊരാണ് അമ്പലം. നമുക്കതിനകത്തൊന്ന് കയറാം. ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ നമുക്ക് അകത്തോട്ട് ക്യാമറ അലൗഡല്ല. ഇവിടെ ധാരാളം ആളുകൾ സന്ദർശകരായിട്ടുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അലൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഗ്രാമത്തിലെ ചെറിയൊരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. നമുക്ക് ഇനി യാത്ര കുറച്ച് പോകാനുണ്ട്. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. വാഗ്പുര എന്ന പേരിലുള്ള ഗുജറാത്തിലെ ഉൾനാടൻ ഗ്രാമമാണിത്. ഇതുപോലെ പല ഗ്രാമങ്ങൾ കടന്ന് വേണം നമുക്ക് അവിടെ എത്താൻ. ഇനി 75 കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങോട്ട് എത്താനായിട്ട്. വഴിയോര കച്ചവടക്കാരെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാം. അവിടെ തന്നെ അവരുടെ പാടങ്ങളിലും മറ്റും വിളയുന്ന കൃഷിഭൂമിയിൽ വിളയുന്ന ഫലങ്ങളാണ്. ഈ ഒരു വഴിയിൽ വിൽക്കാനായിട്ട് ഗ്രാമീണർ തന്നെയാണ് ഇവിടെ ഈ ഒരു ഫ്രൂട്ടാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടാണിത്. ഇതാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം, എന്താണെന്ന് അറിയാം എന്ന് കരുതി വന്നതാണ്. ഇതൊരു തരം മരവട്ടിക്കായ പോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മുടെ ഞാൻ കാണിച്ചു തരാം സംഭവം. ഇതാണ് ഈ ഒരു ഫ്രൂട്ട് തന്നെ. സംഭവം എന്താണെന്നറിയില്ല. ഈ कैसा कहते हैं ये ओपन करके? मसाला आता है. हाँ, मसाला डाल के चीनी वाला. हाँ. बोलना था. ओ, चीनी शक्कर. शक्कर. हाँ हाँ हाँ, स्वीट है. हाँ, मीठा बनाने. ये मीठा. हाँ, मीठा है. ओके ओके ओके. बना के मीठा बना के दे देगा. फल खट्टा आता है. ഓക്കെ ഓക്കെ. ये डाल के बनाएगा ना तो खट मीठा जैसा लगता है. ഓ, ഇതിവർ മുറിച്ചിട്ട് അതിൽ അങ്ങനെ സ്വീറ്റായിട്ടുള്ള ഈ ഒരു ഐറ്റം ഇത് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് ഇടുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഉപ്പും ये नमक है ना, नमक इसके साथ वो सब मसाला മസാലയും ഇട്ടിട്ടാണ് ഇത് തരിക. എന്തായാലും നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ആദ്യം ഇവരിങ്ങനെ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊട്ടിക്കുന്നില്ലേ, തട്ടി. ഓ, തട്ടുമ്പോൾ അത് പൊട്ടും. ഇങ്ങനെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ. ഓ, ഉൾവശം ഇങ്ങനെ ചിരണ്ടി എടുത്ത് ഇനി അതിൽ
നമ്മുടെ ഈ മസാല അവർ ആഡ് ചെയ്യും. മസാല ആഡ് ചെയ്യണോ അതിൻ്റെ ഒപ്പം തന്നെ സ്വീറ്റായിട്ടുള്ള ആ ഒരു സോസ് പോലൊരു ഐറ്റം അതിൽ ആഡ് ചെയ്യണം. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ തരുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം ഇതെന്താണെന്നുള്ളത്. അയ്യോ, ഇതൊരുമാതിരി ആ മസാലയുടെ ഒരു ജാതി കുത്തുണ്ട്, നല്ല പുളിയുണ്ട്, നല്ല ഉപ്പ് രസമുണ്ട്. ആ ഉപ്പായിട്ടുള്ള മസാല ഇട്ടുണ്ട് അവർ, അതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഉപ്പ് രസമുണ്ട്. പിന്നെ മസാലയുടെ ഒരു കുത്താണ്. മധുരം ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഇഷ്ടമൊന്നുമില്ല. കുഴപ്പമില്ല. കഴിച്ച് വയറിന് വല്ല കംപ്ലൈൻറ്റ് വരാണ്ടിരുന്നാൽ മതി. വഴിയായതുകൊണ്ട് വിടുക. ഇത് തിന്നു കഴിഞ്ഞപ്പോൾ ചുണ്ടോ നാവൊക്കെ ചോന്നു. അവരുടെ ആ ഫ്രൂട്ടിൻ്റെ അല്ലാട്ടോ അത്, അവരുപയോഗിക്കുന്ന ആ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിൻ്റെ കളറാണത്. അത് എന്ത് കളറാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചുണ്ടൊക്കെ ഉണ്ടാവും, ചുവന്ന ചുവ. പക്ഷെ അത് പോവല്ലേ, ഇരുട്ടാവണേലും പിന്നെ നമുക്ക് അവിടെ എത്തണം. അക്കോമഡേഷൻ കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അക്കോമഡേഷൻ്റെ കാര്യം സംശയമാണ്. നമുക്ക് തിരിച്ച് റിട്ടേൺ ഇതുപോലെ രാത്രി നേരത്ത് 10-80 കിലോമീറ്റർ നമ്മൾ ഹൈവേയിൽ വരേണ്ടി വരും. ഒന്നും അറിയില്ല, അങ്ങോട്ട് പോവാണ്. എന്തായാലും കാഴ്ചകൾ, ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രുചികൾ, ഇതൊക്കെ അറിയാൻ ഇങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്ക് തന്നെ വരണം. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടും രസമാണ്. പിന്നെ ഇവിടെ ഈ ഒരു വഴിയിൽ ഫുള്ള് ഈ ഒരു ഫ്രൂട്ട് വിൽക്കാനുള്ള ആളുകളാണ്, ഒക്കെ ഗ്രാമത്തിലുള്ള ആളുകൾ കേട്ടോ. അതെ, ഇവിടെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഈ വഴി നീള ഇരിപ്പുണ്ട്. ഈ ഒരു ഫ്രൂട്ട് മാത്രമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. इसका तेल का मसाला निकाल के सब डालेगा ना। हाँ हाँ, बहुत बीज डालेगा। ओ शक्कर, हाँ 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 हाँ, ओके, मीठा वाला तो गुड़ आता है ना, गुड़ ശർക്കര, हम ശർക്കര बोलते हैं. मस्त लगता है एकदम. ഇവർ പറയുന്നതേ ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് കൂടുതൽ കഴിക്കുക. ഒരു പുളിയൊക്കെ ഉണ്ട്, കാരണം നമ്മുടെ പച്ചമാങ്ങയൊക്കെ കഴിക്കുന്ന പോലെ ഇവിടെ മാങ്ങ ആയിരിക്കില്ല. ഇവിടെ ഈ ഒരു സാധനമാണ്. ഇതിൻ്റെ മരമാണ് അവിടെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന വലിയ മരം. നമുക്ക് ഇതിൽ നോക്കിയാൽ കാണില്ല കേട്ടോ. വലിയ മരം ഇതിൻ്റെ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ലേഡീസാണ് കൂടുതൽ ഇത് കഴിക്കുക. അവർക്കൊക്കെ നല്ലതാണ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് ഇവർ. ഇവിടുത്തെ നാട്ടിലെ ഒരു സംഭവം. ഇത് പോകുന്ന വഴിയിലൊരു ചെറിയൊരു ടൗണാണ്. ചെറിയ ടൗൺ എന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ലാത്ത ഒരു ടൗൺ എന്ന് പറയാം. കാരണം പൊടിയും ആകെ ഇതൊക്കെ നിറഞ്ഞ് ഈ വഴിയോര കച്ചവടക്കാരാണ് കൂടുതൽ. അങ്ങനെ അത്ര വൃത്തിയില്ലാത്തൊരു തെരുവ്. നമുക്ക് പോകേണ്ട റൂട്ട് ഞാൻ ഒന്ന് ചോദിക്കണം, എനിക്കൊരു ഡൗട്ടുണ്ട്. മാപ്പ് ഇടാൻ പറ്റുന്നില്ല, മൊബൈലിൽ ചാർജ് നിൽക്കുന്നില്ല. സ്റ്റാച്യൂ കിതറ, സ്റ്റാച്യൂ സ്റ്റാച്യൂ വല്ലഭായ് സീതാണ്. हाँ चैनल है, यूट्यूब चैनल है. क्या नाम है? बैकपैकर विनीत, ये नाम है, ये लोगो है. देखिएगा. आपका नाम? प्रदीप. प्रतीक. आपका? मयन. ओके ओके जी, देखिएगा. पेट्रोल का डिब्बा देखा ना? हाँ हाँ हाँ, समझ गया. दूरी चल रहा है. ओके ओके ओके. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട് കണ്ടോ? മണ്ണുകൊണ്ട് തന്നെ ആ കളറിൽ കുഴച്ച് തേച്ചുണ്ടാക്കിയിരിക്കുന്നത്. തേച്ചിരിക്കുന്നത് മണ്ണുകൊണ്ട് തന്നെയാണ്. ഇതോ ഈ വീടുകൾ, ഇതൊക്കെ ഇവിടുത്തെ പരമ്പരാഗത ശൈലിയായിരിക്കണം. വരുന്നത് കണ്ടോ കാളവണ്ടികൾ, നല്ല കരിമ്പ് കയറ്റിയിട്ട് വരുന്നതാ.
ഇതിനൊക്കെ ഒരു യൂസ് ചെയ്യുന്ന ഈ കാളവണ്ടിയാ. എത്ര എണ്ണം ഉണ്ടോ? 8 വണ്ടികളുണ്ട്. 8 കാളവണ്ടികൾ. ഒരു ചേച്ചിയാണ് അത് ഓടിക്കുന്നത് കേട്ടാ, മുകളിൽ നിന്നിട്ട്. വഴിയിലെ മുളക് കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ്. ഈ ഒരു ഏരിയ, ഓരോ ഏരിയയിലും ഓരോ ഐറ്റംസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്രൂട്ട് ആ ഒരു ഏരിയയിലാണെങ്കിൽ ഈ സൈഡിൽ മൊത്തം കാണുന്ന മുളകാണ്. ചെറിയ നമ്മൾ പറയില്ലേ ചൂന്യമുളക് എന്നൊക്കെ പറയില്ലേ, ആ മുളകാണ് ഇവിടെ വഴിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ സ്ഥലത്തിന് അക്കാലിയ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇവിടെ ചെറിയ ധാബകൾ പോലെ, എന്താ പറയുക, ഹോട്ടൽ ചെറിയ സെറ്റപ്പുകളുണ്ട്. ലഘുഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാവുന്നത് ഈ റൂട്ടിലുണ്ട്. ഈ ഒരു റൂട്ടിലെ ഇരുവശങ്ങളിലുമുള്ള ഗ്രാമീണർ തന്നെ കൊച്ചു കച്ചവടങ്ങളാണ് ഇവിടെ. എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് ഇവിടെ ടൂറിസം കുറച്ച് ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു സ്റ്റാച്ചു വന്നതിന് ശേഷം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രക്കാരെ ലക്ഷ്യം വെച്ച്, ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് കച്ചവട സ്ഥാപനങ്ങൾ കൂടുതലുണ്ടാവുക. ഈ ഒരു ഭാഗത്ത് നാടോടികൾ പോലെ കുറച്ച് ആളുകളാണ് കണ്ടോ ടെൻ്റ് അടിച്ചിട്ട്. ഇവിടുത്തെ റൂട്ടിൽ വരുമ്പോൾ ഒരുപാട് കാണാം കേട്ടോ ഇതുപോലെ. നാടോടികൾ പോലെയുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ ടെൻ്റ് അടികൾ അടിച്ചിട്ട് ഒരുപാട് പേര് താമസിക്കുന്നു. ഇനി 55 കിലോമീറ്ററാണ് നമുക്ക് സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. മഹ്വാഡ എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ഇവിടത്തേക്ക് ഒറ്റപ്പെട്ട വീടുകൾ കണ്ടോ, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. ശരിക്കും ഇതിനകത്തൊക്കെ ഒരു ദിവസം താമസിക്കണമെന്ന് ശരിക്കും നല്ല കൊതിയുണ്ട്. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോന്ന് അറിയില്ലല്ലോ. ഇവിടെയൊക്കെ ചെന്ന് ചോദിച്ചിട്ട് അവരൊക്കെ സമ്മതിക്കുമോ? പരിശ്രമിച്ചാൽ ഒരു പക്ഷേ നടക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഏതെങ്കിലും ഗ്രാമത്തിലൊക്കെ ഒരു ദിവസം, ഇന്നിപ്പോൾ നമ്മൾ കയറി ചെന്ന സ്ഥലം, അവിടെയൊക്കെ നമുക്ക് ഇന്നൊരു ദിവസം തങ്ങാൻ സ്ഥലം കിട്ടുമെന്ന് ചോദിച്ചാൽ അവർ സന്തോഷത്തോടെ ഒരു പക്ഷേ സമ്മതിച്ചേക്കാം. അറിയില്ല എങ്ങനെയാണ് ഇവർ നമ്മളെ കാണുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഞാനത് ഇർഷാദിനോട് പറഞ്ഞു. ഇർഷാദ് ഓടിച്ചെന്ന് അങ്ങനെ എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ അവനോട് പറയും, അത് അവരുടെ തരവും അവരുടെ പെരുമാറ്റമൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് പതുക്കെ വേണം നമ്മൾ അവരുടെ അടുത്തേക്ക് കൂടുതൽ ചെല്ലാൻ വേണ്ടി. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലുള്ള ആളുകളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചാടി കയറി ചിലപ്പോൾ ക്യാമറയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നാൽ അവർ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചൂടാവും വരും. അവർക്ക് ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല, തീരെ ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് ഈ അധികം വികസനമില്ലാത്ത, അറിയപ്പെടാത്ത, പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കത് ദേഷ്യവും. ചിലപ്പോൾ അവർ നമ്മളെങ്ങനെ കാണും, എങ്ങനെ പെരുമാറുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒന്ന് ചെന്നിട്ട് അവരോട് സംസാരിച്ച് കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കാര്യങ്ങൾ ചോദിക്കാം. എടുത്ത് ചാടി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. തനി ഉൾനാടൻ ഗ്രാമങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്ന വഴിയൊക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാനുള്ള 2 കാഴ്ച എന്ന് പറഞ്ഞത്, ഒന്ന് ഈ ഒരു സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയും, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഡാമുമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇത് രണ്ടും നമുക്ക് കാണാം. കണ്ടോ ഈ ഗോറ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്, ആ ബ്രിഡ്ജ് കിടന്നിട്ട് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അടിപൊളിയാണ് റൂട്ടും. ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. റോഡൊക്കെ അടിപൊളി റോഡാക്കിയിട്ട്, എന്നാലും ടൂറിസ്റ്റുകൾ ഇത് ഇത്രയും നല്ലൊരു സ്പോട്ട് എന്ന നിലയ്ക്ക് നല്ല രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, BRG ബഡ്ജറ്റ് സ്റ്റേ. അത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അഫോർഡബിൾ റൂംസ് ആൻഡ് റെസ്റ്റോറൻ്റാണ്. ഇത് 470 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നല്ല അടിപൊളി സെറ്റപ്പാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റൂംസ് बुकिंग करना है पहले, मिलेगा, जाएगा ना सीधा? ओके ओके, हम बुकिंग नहीं किया है, केरला से आ गया. उधर है കണ്ടോ, ഇതാണ് സെറ്റപ്പ്. ഗംഭീര സെറ്റപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി ഏരിയ, ഒരു സ്ഥലം, ബിൽഡിങ്ങൊക്കെയാണ് താമസത്തിന്. അങ്ങനെ ഇന്നലെ നൈറ്റ് നമ്മൾ ഇവിടെ റൂം എടുത്തു. ഇതിൻ്റെ മുകളിലാണ് ഈ കാണുന്ന ഹോട്ടൽ യൂണിറ്റി. ഇതാണ് ഇവിടെ നമ്മൾ നല്ല റൂം എടുത്തു. നമുക്കിനി സ്റ്റാച്ചു ഒന്ന് പോയിട്ട് കാണണം. രാവിലെ തന്നെ ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു, 9 മണി ആവാറായി. നമുക്ക് 11 മണി വരെയാണ് ചെക്കൗട്ട് ടൈം ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ പോയിട്ട് ജസ്റ്റ് കണ്ട് നമ്മൾ വരണം. പിന്നെ നോക്കട്ടെ, കൂടുതൽ കാഴ്ചകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇവിടെ നിൽക്കാനുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്കിനി പോയിട്ട് കാഴ്ചകൾ കാണാം.
നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 25-ാം തീയതി രാഷ്ട്രപതി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഇവരുടെ അകത്തൊക്കെ. അപ്പോൾ മിലിറ്ററിയും പോലീസും അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞാൻ വന്നപ്പോൾ ഒരുപാട് പോലീസുകാരും മിലിറ്ററിക്കാരൊക്കെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ സംഭവം ഇതാണ്, രാഷ്ട്രപതി ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയാണ്, ഹൈ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ ഈ ഏരിയയിൽ. ഫുള്ള് അവരുടെ കൺട്രോളിലാണ്. വൈകുന്നേരം നമ്മൾ ഇതിൽ കൂടെയാണ് വന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയോ എന്നറിയില്ല. അതായത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് ലൈറ്റിംഗ് ആണ്. ഈ പനയുടെ പനയല്ല, തെങ്ങാന്ന് തോന്നുന്നു. അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ള ഈ ഒരു സംഭവം ഭയങ്കര ഭംഗിയാണ് നൈറ്റിൽ കാണാൻ. ഫുള്ള് ലൈറ്റിംഗ് ആണ് ഇതിനകത്ത്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇതൊക്കെ ലൈറ്റിംഗ് ആണ്. अंदर बैठ के देखना है। हाँ, और ऑनलाइन होगा। हाँ। तो आपको यहाँ से बस ले जाएगी, वहाँ दिखाएगी सब पॉइंट, आके यहाँ छोड़ेगी। उसके बाद आप यहाँ जो है अपना बोट चलता है इसमें नदी में, वो बोट पे बैठा रहेगी। ओ ऐसा चलेगा। हाँ, वो स्टैचू के पास सामने आकर नहीं देखेगा, वो बस से ही देख पाओ। बस ही देख पाओ। ऑनलाइन कर लो, अभी तो टाइम है ना। ആണോ? എന്തായാലും നമ്മൾ വന്ന ദിവസം തെറ്റിപ്പോയി. തിങ്കളാഴ്ച ദിവസം അവിടെ മുടക്കാണ്. തിങ്കളാഴ്ച ദിവസം അവിടേക്ക് സന്ദർശകരെ അനുവദിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നിന്നത് ഈ ഒരു ദിവസമായി പോയി. പിന്നെ ഇതിനകത്ത് 5000 രൂപയൊക്കെ റേറ്റുള്ള റൂമുകളാണ്. പിന്നെ നമ്മൾ എടുത്തത് 1500, 2000 എന്ന് പറഞ്ഞിട്ട് 1500-നാണ് നമ്മൾ റൂം എടുത്തത്. ഒരു ദിവസം കൂടെ ഇത് കാണാൻ വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അറിയാൻ സാധിച്ചത് ഇതിനകത്തേക്ക് ബസ്സിലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ആ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇങ്ങനെ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് കാണിച്ചു തരും. നമുക്ക് ബസ്സിനകത്ത് തന്നെ ഇരുന്നിട്ട് കാണാം. അതാണ് ഇന്ന് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു 1500 കൊടുത്ത് നമ്മളിവിടെ സ്റ്റേ ചെയ്ത് നാളെ കാണാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാജസ്ഥാൻ പിടിക്കാം. രാജസ്ഥാനിൽ കുറച്ച് കാഴ്ചകളൊക്കെ നാളെ പോയി കാണാം. ആ നിൽക്കുന്നതാണ് സംഭവം, സ്റ്റാച്ചു ആണ് ആ കാണുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാനേ ഇപ്പോൾ നിവർത്തിയുള്ളൂ. അത്ര വലിയൊരു സംഭവമാണ്. ആ മലകളെക്കാൾ ഉയരത്തിലാണ് നിൽക്കുന്നത്. വലിയൊരു സംഭവം. ആകാശം മുട്ട എന്നുള്ള പറഞ്ഞ മാതിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആണത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 3000 കോടിയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് പറയുന്നത്. മൊത്തം 3000 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ആ സംഭവം. മാത്രമല്ല ഇതിൻ്റെ അനുബന്ധ ഒരുപാട് സംഭവങ്ങൾ ഇതിനോട് നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വമ്പം പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരെ ഇനിയൊരു ഫോറസ്റ്റ് ഒരു ഏരിയ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഏരിയ അവിടേക്ക് പോയിട്ട് ഇന്ന് ബാക്കി കാഴ്ചകൾ അവിടെ കാണാം. നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് അറിയില്ല. നോക്കിയാലും ടിക്കറ്റ് എടുത്തിട്ട് കയറാം. मेरा नाम कृष्णा। कृष्णा, आपका? मेरा तरवी योगेश। योगेश, आप इधर काम करते हैं? इधर लोकल ही हूँ मैं, इधर का ही हूँ। पास में मेरा होम है। ഓ, ഇവർ ഇവിടെയുള്ള ആളുകളാണ്. ഇവർ രണ്ടുപേര്. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞത് വാട്ടർഫോൾസാണ് ഇതിൻ്റെ അകത്ത് കാണാനുള്ളത്. 7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് പോയി വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട, അത്രയും വലിയ വാട്ടർഫോൾസ് ഒന്നുമല്ല. मैं हमारा लैंग्वेज में बात करता हूँ, ये यूट्यूब में व्लॉग है. അപ്പോൾ അവർ പറയാണ് അങ്ങോട്ട് പോകണ്ട, അപ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, സ്ട്രെയിറ്റ് പോകാമെന്ന് പറയാണ്. അപ്പോൾ ഉദയ്പൂരാണ് ഇനി നമുക്ക് അടുത്തത് പോകേണ്ടത്. ബാക്കി എന്താ കാഴ്ചകളുള്ളതെന്ന് വെച്ചാൽ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റാച്യു നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ നേരെ മുന്നിൽ നിന്നുള്ള ഒരു സീൻ, ആ ഒരു വ്യൂ നമുക്ക് കിട്ടും. ആ വ്യൂ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 3 കിലോമീറ്റർ മുന്നോട്ട് പോക്കോ, നമുക്കത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയും വന്നിട്ട് നമുക്ക് ആ സ്റ്റാച്യു കുറച്ച് അടുത്തുനിന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് വരുന്തോറുമാണ് നമുക്ക് ഇതിൻ്റെ വലുപ്പത്തിനെ കുറിച്ചുള്ള കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് അകലേന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം, കാരണം ആ മലകളുടെ ഒരു വലിപ്പം നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ഇത് വല്ലാത്തൊരു സംഭവമാണ് അതിനടുത്തേക്ക് വരുമ്പോൾ. ഇതാണ്, ഇത് നർമ്മദാ നദിയാണ് കാണുന്നത്. നർമ്മദാ നദിയുടെ തീരത്താണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. ഇന്ന് അവിടെ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. എല്ലാ തിങ്കളാഴ്ചകളിലും മുടക്കാണ്. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ജംഗിൾ കാണാൻ വന്നപ്പോൾ അവരാണ് ഒരു ഓഫർ പറഞ്ഞത്, ഈ വഴിക്ക് പോയാൽ നിങ്ങൾക്ക് കുറച്ച് അടുത്തു നിന്നുള്ള വ്യൂ കിട്ടും, അപ്പോൾ പോയി കണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടും കേട്ടോ. ടിക്കറ്റ് ओ ओ ओ ओ ये व्यू पॉइंट है। हाँ, व्यू पॉइंट। ओ ऐसा है। ये तो अभी टिकट नहीं है इसकी, लेकिन इधर से लोग जा रहे तो ये वो फोटो खींचेगा इधर आके। ओके, लेकिन आज छुट्टी है इसलिए सब पॉइंट बंद है। ഇത് വ്യൂ പോയിന്റ് ആണ്. നമുക്ക് ഇവിടെ കയറിയിട്ട് ഫോട്ടോ എടുക്കാവുന്ന ഒരു വ്യൂ ആണിത്. ഇത് പോയിന്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം. എന്തായാലും അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ശരിക്കും വന്ന് ഫോട്ടോ എടുക്കാവുന്ന അടിപൊളി വ്യൂ ആണ്.
ഓക്കെ ജി ചലത്തോ. ആ അതാ കണ്ടോ, ഇതാണ് സംഭവം. ഇതിനടിയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിൽ പോവുകയാണെങ്കിൽ കിട്ടും. പക്ഷെ നാളെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിനൊരു ദിവസം നിൽക്കേണ്ടി വരും. അതാണ് പിന്നെ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വ്യൂ പോയിന്റിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്നിവിടെ തീരുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇർഷാദും ഞാനും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പമാണ് ട്രാവൽ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരേ പോലെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ എന്താ ഒരേ കാഴ്ചകളാകണ്ട എന്ന് കരുതിയിട്ട് നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് മാറി മാറി പോവുകയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് അവന് വീഡിയോ ചെയ്ത് അവന് പോകാൻ പറ്റും, എനിക്കൊന്നും ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു സൗകര്യം കണക്കിലെടുത്ത് നമ്മൾ പോകുന്നു. വൈകുന്നേരം ഒരുമിച്ച് മീറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ റൂട്ടുകൾ മാറിപ്പോയാലും തന്നെ അവന് സമയവും സൗകര്യവും പോലെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവന് വരാൻ പറ്റും. എനിക്കും പുതിയ കാഴ്ചകൾ കിട്ടും. കാണുന്ന വ്യൂവേഴ്സിന് ഞങ്ങളുടെ രണ്ടാളുടെയും വീഡിയോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അതല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കയറുന്ന ഹോട്ടലുകൾ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ, ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങൾ എല്ലാം ഞങ്ങളുടെ രണ്ടാളുടെ വീഡിയോ ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് അവൻ്റെ ഫ്രീ ആയിട്ട് അവൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ കോൺടാക്ട് ചെയ്യുള്ളൂ. ഇൻ കേസ് ഓഫ് എമർജൻസി ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വലിയ അകലത്തിലൊന്നുമല്ല, കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. പിന്നെ അവനെ എന്താണെന്ന് വെച്ചാൽ മറ്റത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി ഞാൻ ഇർഷാദിനെ അന്വേഷിച്ച് നിൽക്കണം. ചിലപ്പോൾ ഇർഷാദ് അവിടെ എന്തെങ്കിലും വ്ലോഗ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എന്നെ അന്വേഷിച്ച് ഇർഷാദ് അവിടെ മുന്നിൽ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ ചിലപ്പോൾ വ്ലോഗ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ രണ്ടാൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ രണ്ടാളും വ്ലോഗേഴ്സ് ആയതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഇർഷാദിൻ്റെയിൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിരിക്കും, അതുപോലെ എൻ്റെതിലും ഇർഷാദിൻ്റെ കയ്യിലുള്ള കാഴ്ചകളായിരിക്കില്ല, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഒരു പക്ഷേ ഞങ്ങൾ 2 വഴിയുണ്ടെങ്കിൽ 2 വഴിയിലായിരിക്കും യാത്ര ചെയ്യുക, ഒരുമിച്ച് വൈകുന്നേരം കണ്ടുമുട്ടും. അപ്പോൾ ഇർഷാദ്, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. എന്തെങ്കിലും എമർജൻസി കേസുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കുക, ലൊക്കേഷൻ അപ്പോൾ ഇട്ട് തരാം കേട്ടോ, വൈകുന്നേരം ഇടുക. അപ്പോൾ അങ്ങനെ വന്ന് വിളിക്കും. അപ്പോൾ ഇതായിട്ട് പോവാം. പിന്നെ ഇറങ്ങിയിട്ട് ഗ്രാമങ്ങളിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് കയറി ചെല്ലണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നു. അടുത്ത വീഡിയോ നമ്മൾ ഉദയ്പൂരിലേക്കുള്ള യാത്രയാണ്, രാജസ്ഥാനിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.